അച്ചോ നീയോ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോടെ? ഞാൻ എവിടെ പോകാനല്ലേ അച്ചോ? അവനിപ്പോ ഓട്ടപ്രദർശനത്തിന്റെ തിരക്കല്ലേ? വല്ല ആടിനെയോ വല്ല കോഴീനെയൊക്കെ കണ്ടുകയും നാട്ടുകാർ എന്നിട്ടൊക്കെ ഓടിക്കുകയില്ലയോ? നിന്നോട് ചോദിച്ചിട്ട് മതിയല്ലോ നാട്ടുകാർക്ക്, പിന്നെ മറ്റുള്ളവരോട് ചോദിക്കാൻ. 2 ആഴ്ച മുമ്പ് ഹ്യൂമാറിലാണ് എന്നിട്ടൊക്കെ ഓടിച്ച് 10 കോഴിമുട്ട കണ്ടില്ലെന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യവും ഞാൻ അമ്പലക്കുളത്ത് എടുത്ത് ചാടിയാ രക്ഷപ്പെടാറുള്ളത്. ഇപ്രാവശ്യം ആ പുല്ലന്മാര് അമ്പലത്തിലെ വെള്ളം വറ്റിച്ച് ഞാൻ അറിഞ്ഞില്ല, എടുത്തങ്ങ് ചാടി. ചങ്കും തല്ലിയ വീണത്. ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു. വരുന്ന വഴിയായിരിക്കും. ഓ അച്ചോ, എല്ലാ വർഷവും പെരുന്നാളിന് കൊടിയേറുമ്പോ എനിക്കൊരു പടി കിട്ടാറുള്ളതായിരുന്നു. കുഞ്ഞാടെ, കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെല്ലാം നീ മറന്നു അല്ലയോ? എന്താ കഴിഞ്ഞ പോലെ എന്നാ പറ്റിയോ? നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, നീ അങ്ങ് ഗൾഫിലായിരുന്നല്ലോ. എന്റെ കുഞ്ഞെ, കഴിഞ്ഞ വർഷം ഇവന്റെ ആശുപത്രി ചെലവ് മുഴുവൻ മരത്തി ഈ പള്ളിയിലച്ഛനല്ലേ? എന്താ പറയാലോ, പ്രദക്ഷിണത്തിന് 2 ആന. പ്രദക്ഷിണൊക്കെ പൊടിക്കുക. പെട്ടെന്ന് അതിലൊരുത്തനൊക്കെ വരണ്ടു. അന്നേരം ആ കമ്പറ്റിക്കാർ എന്നെ കുറിച്ച് ആലോചിച്ച്, എന്നാ ആനയുടെ അടിയിലെങ്ങാനും പെട്ടോ? പുല്ല് കുറുപ്പന്തറേ മള്ളിയൂർ മനയില് ഉത്സവത്തിന് ആന വരണ്ടപ്പോ തലച്ചത് ആരാ? ഈ പരമുവാ. ചൂണ്ടുവിരലിലാ നിർത്തിയത്. അങ്ങനെ ആനയുടെ മുമ്പിലോട്ട് ഞാനൊക്കെ ചെന്നു. 2 വിരലൊക്കെ പിടിച്ചിട്ട് ഒറ്റ കൂത്തായിരുന്നു. കണ്ടു തുറന്നപ്പോ ആശുപത്രിയിലായിരുന്നു. എന്നാ പറ്റിയോ? നീ ഇതറിഞ്ഞില്ലല്ലേ? അപ്പൊ കൈ ചുരുട്ടിയതും കുത്തിയതും ഒക്കെ ശരി തന്നെ. പക്ഷേ അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ഇവന്റെ മതം പൊട്ടിയവൻ ഫ്രണ്ട് നിൽക്കുകയായിരുന്നു. ഇവൻ പുറകെ നിന്ന് കൈ ചുരുട്ടി കുത്തി. അവത്തെടുക്കും ഒരു തൊഴിയല്ലായിരുന്നോ? അപ്പൊ അതിൽ പോയി കൊണ്ട കണ്ടതുകൊണ്ട് പറഞ്ഞു. ചൂണ്ടി ആന മാറിപ്പോയടേ. മതം പൊട്ടിയോ പുറകെ നിൽക്കുമായിരുന്നു. ഒറ്റ കുത്തിരി അവനൊരു വീക്ക് തന്നു. എന്തൊക്കെയാലും അച്ഛോ, എന്റെ ആ പടിയും കിട്ടിയെങ്കിൽ ഞാനൊക്കെ പൊക്കോളായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ഒരു 10-200 വല്ല അവന് കൊടുത്തേര്. അച്ഛോ, കട്ടിട്ടാണെങ്കിലും മോട്ടിച്ചിട്ടാണെങ്കിലും പരമു ഒരു 500 രൂപയ്ക്കെങ്കിലും ഡെയിലി പണിയാറുണ്ട് കേട്ടോ. ഇത് വെറും ഒരുമാതിരി നമ്മളെ ഉള്ളതാണെങ്കിൽ തന്നേരണമേ. ഇപ്പോ ദൈവമേ. മോനെ പറഞ്ഞു നിന്ന് സംസാരിച്ചു, സമയം പോയത് അറിഞ്ഞില്ല. പരിപാടികൾ തുടങ്ങാറായി. പള്ളി കലാപരിപാടികൾ. പിന്നെ കലാപരിപാടികൾ കാണണ്ടോ? നമുക്ക് പിന്നെ വാ അച്ഛോ. അയ്യോ, എന്താ ഈ അച്ഛൻ? അച്ഛൻ വിളിച്ചു കേട്ടില്ലേ കലാപരിപാടി കാണാൻ ചെല്ലാൻ? വെറും വച്ചിൽ എങ്ങനെയാണേ ഈ കലാപരിപാടി ഒന്ന് കാണുന്നത്? ഒരുത്തരോടൊന്ന് കാണുന്നുമില്ലല്ലോ എന്റെ ഈശ്വര. തോമസ് കുട്ടിയെ, എടാ പുല്ലേ, എന്നെ കണ്ടപ്പോ വലിയ നോക്കില്ലേ? എടാ, പണ്ട് തേങ്ങ മൂട്ടിച്ച കേസില് നമ്മളെ 2 പിടിച്ചപ്പോ നീ ഒരു മുങ്ങി. പിന്നെ നീ പൊങ്ങിനങ്ങ് ഗൾഫിലാ. ഞാനിപ്പോഴും ആ പണ്ടത്തെ തെങ്ങിമ തന്നെയാണേ. പിന്നെ എന്നൊക്കെ ഉണ്ടേ വിശേഷം? കുവൈറ്റിൽ തന്നെ അല്ലയോ എപ്പോഴും? അതെ അതെ. എന്താ ഇനി മടക്കം? ഉടനെ എങ്ങും ഇല്ലടേ. പെരുന്നാൾ കൂടാതെത്തിയതായിരിക്കും. അത് മാത്രല്ലടേ, നമ്മുടെ വീടിന്റെ അല്പം സ്വല്പം മരാമത്ത് പണി ഉണ്ടായിരുന്നു. നിന്റെ വീടിന്റെ ആ തൊഴുത്ത് ആ റോഡിന്റെ മാടിനോട് ചേർത്ത് പണിതായിരുന്നല്ലയോ? അതൊന്നും മാറ്റി സ്ഥാപിച്ചു. 2 ദിവസം മുമ്പേ രാത്രിയിൽ ഒരു വലിയ കല്ല് വീഴുന്ന ഒച്ച കേട്ടായിരുന്നു. പരമോങ്ങാൻ ആ വഴിക്ക് ഓടിയായിരുന്നോ? ഞാൻ ആ വഴിയേ വന്നിട്ടില്ല. അത് പോട്ടെ, നിനക്ക് എത്രയാ പിള്ളേര്? ഒറ്റ കൊച്ചാണ്. ഭാര്യ നസ്രാണിയല്ലയോ? പിന്നെ എന്റെ ഭാര്യ ശോശാമ്മ ക്രിസ്ത്യാനിയല്ലയോ? ഞങ്ങളുടെ കല്യാണം വളരെ സംഭവ ബഹുലമായിരുന്നേ. ഞാൻ അറിഞ്ഞായിരുന്നു. അത് അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ ഒരു കുഞ്ഞുണ്ടായപ്പോ ആകെ പ്രശ്നമായടേ. ഒരു ജാതി പേരിടാൻ ആരും സമ്മതിച്ചില്ല. എന്നാ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ ചൈനീസിലങ്ങ് കയറി പിടിച്ചു. ഡിങ്ക ഹോ ഹോ. അത് ഏച്ചില്ല. എന്നാ പിന്നെ റഷ്യനെ പിടിക്കാന്ന് വെച്ചു. അതാകുമ്പോ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ചിപ്പോട്ടി ചപ്പാത്തി. ചപ്പാത്തിയും പൊറോട്ടയൊന്നും അല്ലടോ, ചപ്പാത്തി. അതും ഏറ്റില്ല. എന്നാ പിന്നെ 2ഉം കൽപ്പിച്ച് ഒരു പേരങ്ങ് ഇട്ടു, യേശുദാസ്. നമ്മുടെ ഇത് വെറും യേശുദാസ്. അതേതായാലും നന്നായി. പിന്നെ തോമസ് കുട്ടിയെ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഒന്നും ഇല്ലയോ? അവിടെ ഇതൊന്നും ഇല്ലടേ. അവിടെ നാടൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതൊരു ശീലവുമായി പോയി. അയ്യോ, നാടൻ മതി. നാടനില്ലാതെ നമുക്ക് എന്തൊരാഘോഷം. അയ്യോ, അതാവുമ്പോ 2 മിനിച്ചാ മതി.
മറ്റേതൊരു 4-4.5 എണ്ണെങ്കിലും മിന്നിങ്ങളുടെ നാടൻ മതി. എന്നാ പിന്നെ പാ. അപ്പൊ ഞങ്ങൾ വരെ നാടനൊക്കെ വിട്ടേച്ച് വരാം. നിങ്ങൾ കലാപരിപാടികൾ ആസ്വദിക്കൂ. വരട്ടെ. ഓണപ്പൂവേ ഓമൽ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിക്കൂ ഇതാ ഇതാ ഇതാ. അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാറി വിളിക്കൂ ഇതാ ഇതാ ഇതാ. വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കലമൊഴിയായി നറുതേ ചൊരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാറി വിളിക്കൂ ഇതാ ഇതാ ഇതാ. വില്ലും വീണ പൊൻകുടിയും പുള്ളോർ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻകുടിയും പുള്ളോർ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിലൊരുകി വരും അമൃതം പകരും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ